ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ. മോക്ഷദ ഏകാദശി. മോക്ഷദ ഏകാദശിയെക്കുറിച്ച് യുധിഷ്ഠിര മഹാരാജ് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഭഗവാൻ ആ ഐതിഹ്യകഥ പറയുകയാണ്. ഇത്ര നമ്മൾ ഈ ഐതിഹ്യകഥ കേട്ടാൽ പോലും മഹാപുണ്യമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ആരാണോ ഈ ഏകാദശി ശുദ്ധിയോടെയും ഭക്തിയോടെയും നമ്മൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നു എന്ന് പറയുന്നു. അവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റു തലമുറകളായിട്ടുള്ള മൺമറഞ്ഞു പോയതായിട്ടുള്ള പിതൃക്കൾക്ക് എല്ലാം തന്നെ മുക്തി ലഭിക്കുന്ന ഒരു ഏകാദശിയാണ് മോക്ഷദ ഏകാദശി. അപ്പോൾ ആ ചമ്പക നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നൊരു സുന്ദരമായ നഗരം ഉണ്ടായിരുന്നു. അത് സമർപ്പിതരായ വൈഷ്ണവന്മാരാൽ അലങ്കൃതമായിരുന്നു. അവിടെ രാജർഷികൾ ശ്രേഷ്ഠനായ വൈഖാനസ മഹാരാജാവ് തൻ്റെ പ്രജകളെ സ്വന്തം സന്താനങ്ങളെ പോലെ കരുതി വാണിരുന്നു. ചതുർവേദങ്ങളിലും നിപുണമായിരുന്നു ആ തലസ്ഥാന നഗരിയിലെ ബ്രാഹ്മണർ. ആ രാജാവ് അങ്ങനെ സംവരണം നടത്തുന്ന അവസരത്തിൽ ഒരു ദിവസം രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ യമരാജൻ വാഴുന്ന നരകലോകങ്ങളിലെ ഒരു ലോകത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നരകയാതനകൾ അനുഭവിക്കുന്നതാണ് കണ്ടത്. അച്ഛൻ്റെ സ്ഥിതിയിൽ കരുണാർദ്ദനായ ആ രാജാവ് കണ്ണീർ പൊഴിച്ചു. അടുത്ത ദിവസം ആ രാജാവ് തൻ്റെ സ്വപ്നത്തിൽ കണ്ട ആ സംഗതിയൊക്കെ സദസ്സിലെ ബ്രാഹ്മണരോട് അങ്ങനെ വിവരിക്കുകയാണ്. ആ രാജാവ് വളരെ സങ്കടത്തിലായിരുന്നു. തൻ്റെ അച്ഛന് ഇങ്ങനത്തെ ഒരു അവസ്ഥ, തന്നെ പോലെ ഒരു മകനുണ്ടായിരുന്നിട്ട് പോലും ഇത്രയും തൻ്റെ അച്ഛൻ അവിടെ കഷ്ടപ്പെടുന്നത് ആ രാജാവിന് വല്ലാത്ത വിഷമമായിട്ട് രാജകാര്യങ്ങളിലോ ഒന്നും താല്പര്യമില്ല. തൻ്റെ രാജ്യത്തെ സമ്പത്തിലോ പ്രജകളുടെ ക്ഷേമത്തിലോ ഒന്നും അദ്ദേഹത്തിന് അങ്ങോട്ട് ഒരു താല്പര്യം ഇല്ലാണ്ടാവുകയാണ്. വല്ലാത്ത സങ്കടം വന്നു. അദ്ദേഹം ആ ബ്രാഹ്മണരോട് ചോദിക്കുകയാണ്, താൻ ഇനി എന്താ ചെയ്യേണ്ടത്, തൻ്റെ അച്ഛനെ ആ സങ്കടത്തിൽ നിന്ന് കരകയറ്റ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ബ്രാഹ്മണർ രാജാവിൻ്റെ അടുത്ത് പറയുകയാണ്, ഇവിടുന്ന് വല്ലാത്ത അകലെയല്ലാത്തൊരു സ്ഥലത്ത് പർവ്വത പ്രദേശമായ ആ കാട്ടിൽ മഹാനായ സാധുവായിട്ടുള്ള ഒരു പർവ്വതമുനി താമസിക്കുന്നുണ്ട്. അവിടെ ഒന്ന് പോയാൽ രാജാവിൻ്റെ എല്ലാ വിഷമത്തിനുള്ള കാരണങ്ങളും അദ്ദേഹം പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് രാജാവിനെ അങ്ങോട്ട് അയക്കുകയാണ്. അങ്ങനെ രാജാവ് കാട്ടിലെത്തി ആ മഹാമുനിയെ കണ്ട് നമസ്കാരമൊക്കെ ചെയ്ത് മുനി തൻ്റെ രാജ്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ക്ഷേമങ്ങളെല്ലാം അന്വേഷിക്കുന്ന സമയത്ത് രാജാവ് പറയാണ്, രാജ്യത്ത് ക്ഷേമത്തിനും ഐശ്വര്യത്തിനൊന്നും തന്നെ യാതൊരു കുറവുമില്ല, എന്നാൽ തൻ്റെ വിഷമം വേറൊന്നാണെന്ന്. അപ്പോൾ ആ മുനി അങ്ങനെ കണ്ണടച്ചിട്ട് ഒരു നിമിഷം നിന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, തൻ്റെ ആ രാജാവിൻ്റെ ഭൂതം ഭാവി വർത്തമാനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ വിചിന്തനം ചെയ്തു. എന്നിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കണ്ണുകൾ തുറന്ന് അദ്ദേഹം പറയാണ്, നിങ്ങളുടെ പിതാവ് ഒരു ഘോര പാപം ചെയ്തതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അതെന്താണെന്ന് ഞാനിങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുൻ ജന്മത്തിൽ തൻ്റെ ഭാര്യയോട് കലഹിച്ചിട്ട് അവരുടെ ആർത്തവകാല സമയത്ത് അവരെ ബലാത്കാരം ചെയ്ത് അനുഭവിച്ചു. അവർ കുതറി മാറാൻ ശ്രമിച്ചു. രക്ഷിക്കണമെന്നൊക്കെ കരഞ്ഞ് നിലവിളിച്ചിട്ടും ഹേ പതി എന്നെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാര്യ വല്ലാതെ കരഞ്ഞ് നിലവിളിച്ചിട്ട് പോലും അയാൾ പിന്മാറുകയോ വെറുതെ വിടുകയോ ചെയ്തില്ല. ഈ ഗൗരവമായ പാപത്തിൻ്റെ ഫലമായാണ് നിങ്ങളുടെ പിതാവ് ഇത്തരം നരകയാതനകൾ അനുഭവിക്കുന്നത് എന്ന് ആ മുനി ശ്രേഷ്ഠൻ പറഞ്ഞു. അപ്പോൾ വൈഖാനസ രാജാവ് പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠ, ഇത്തരം അവസ്ഥയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ ഏതുതരം ദാനം ചെയ്യണോ, അല്ലെങ്കിൽ ഏത് ഉപവാസക്രമമാണ് അനുഷ്ഠിക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം ആ മുനിശ്രേഷ്ഠൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ മോക്ഷപ്രാപ്തിയെ തടസ്സപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ പാപഭാരത്തേക്ക് അകറ്റി രക്ഷിക്കാൻ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയം
അദ്ദേഹം ആ മുനി പറയണേ, മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ മോക്ഷത എന്നറിയപ്പെടുന്നൊരു ഏകാദശി വരുന്നുണ്ട്. ഈ പരിശുദ്ധ ഏകാദശി വ്രതം പൂർണ്ണ ഉപവാസത്തോടെ കണിശമായിട്ട് ആചരിക്കുകയും അതിൻ്റെ പുണ്യം നിങ്ങളുടെ ക്ലേശം അനുഭവിക്കുന്ന പിതാവിനെ കൈയോടങ്ങോട്ട് മാറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ വേദന ഒഴിഞ്ഞു പെട്ടെന്ന് മുക്തി പ്രാപ്തമാകുന്നതാണെന്ന്. ഇത് കേട്ടപ്പോൾ ആ രാജാവിന് വല്ലാത്ത സന്തോഷം തോന്നി. അദ്ദേഹം രാജ്യത്ത് പോയിട്ട് പത്നിമാരോടും മക്കളോടും ഒക്കെ കൂടെ ആ വ്രതങ്ങൾ നല്ല രീതിയിൽ ആചരിച്ചു. അതായത് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഉപവാസം എടുത്തിട്ട് വിശ്വാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ആ ഉപവാസം അങ്ങനെ പൂർത്തിയാക്കി പാരണയൊക്കെ വിട്ടുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയാണ്. അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ പിതാവിന് നരകലോകത്തിൽ നിന്നും മുക്തി ലഭിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് എത്താൻ സാധിക്കുകയാണ്. അപ്പോൾ എത്ര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും നല്ല ഭക്തിയോടെയും നമ്മൾ എടുക്കുന്ന വ്രതം നമ്മുടെ എല്ലാ പാപഭാരങ്ങളൊക്കെ മാറ്റിയിട്ട് മുക്തി പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ തലമുറകൾക്ക് പോലും പുണ്യം ലഭിക്കും.